welcome back to my YouTube channel. Guys, നമ്മുടെ ലുലുത്തെ end of season sale which happens in January and July. 2 മാസം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജാനുവരിയിൽ ആക്ച്വലി സ്റ്റാർട്ടായിട്ട് കുറച്ച് ദിവസം ഐ എം റിയലി സോറി ഗൈസ്, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഇന്ന് എനിക്ക് പോകാൻ പറ്റിയത്. സോ ഞാൻ ഇന്ന് തന്നെ വേഗം പോയിട്ട് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ എത്രയും വേഗം ഞാൻ എഡിറ്റ് ചെയ്തിടാം. നാളെ കൂടിയാണ് ഫ്ലാറ്റ് 50% സെയിൽ ഉള്ളത്. 9th to 12th of January ആണ് ഫ്ലാറ്റ് 50% സെയിൽ. എല്ലാത്തിനും 50% ഫ്ലാറ്റ്. പക്ഷേ അത് കഴിഞ്ഞ് 12th to 19th ജനുവരി 19th വരെ സെയിലുണ്ട്. 19th വരെ അപ് ടു 50% ആയിരിക്കും. ഞാൻ ലാസ്റ്റ് ടൈം തൊട്ട് ജൂലൈയിൽ കുറേ അധികം വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. യൂഷ്വലി എനിക്ക് തോന്നുന്നത് ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ജാനുവരിയിൽ ആക്ച്വലി ഉള്ള കാര്യം ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് അറിഞ്ഞത് തന്നെ. പക്ഷെ ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും അറിയാം. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. സോ ലെറ്റ്സ് ഗോ. ഒന്നും പറയണ്ട, നല്ല ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ ഫൈനലി ലുലുവിലെത്തി. ഐ എം ഓൾറെഡി ടയേർഡ്. ഇവിടെ വരെ എത്തിയപ്പോൾ തന്നെ ടയേർഡായിപ്പോയി അല്ലേ? നിങ്ങൾ എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ 2 വീലേഴ്സ് കണ്ട ഞാൻ വേറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ലുലുവിൽ അടിപൊളി തിരക്കാണ്. എന്തായാലും നമുക്ക് ഉള്ളിൽ പോവാം. ലെറ്റ്സ് ഗോ. അത് പ്രത്യേകിച്ച് അങ്ങനെ മേടിക്കാനുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഒരു ബേബിക്ക് ഒരു സ്പീക്കർ നോക്കണം. എനിക്ക് എന്തെങ്കിലും നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവും. നമുക്ക് അമേരിക്കൻ ഈഗിൾ എനിക്ക് എന്തായാലും നോക്കണം എന്നുണ്ട്. പിന്നെ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ്, ലിവൈസ് ഒക്കെ നമുക്ക് നോക്കാം. ഇവർ ഈ സെയിലിന് എൻഡ് ഓഫ് സീസൺ സെയിലല്ല, ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് പറയണേ. ഫ്ലാറ്റ് 50% ഓഫ് ഓൺ 500+ ബ്രാൻഡ്. ആൻഡ് നല്ല ഒന്നാന്തരം തിരക്കുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല ഒന്നാന്തരം തിരക്കുണ്ട്. നമുക്ക് ലിവൈസിൻ്റെ സ്റ്റോറിൽ കയറണ്ടല്ലോ. ലിവൈസിൽ 250% ആണ്. നമുക്ക് ഉള്ളിൽ നോക്കാം, ഉള്ളിലും സെയിം ഓഫറാണോ നോക്കാം. 250യുടെ അടിയിൽ നോക്കൂ, ഓൺ പർച്ചേസ് ഓഫ് 3 items. ലെറ്റ്സ് ഗോ ടു ഫാഷൻ സ്റ്റോർ. വേണമെങ്കിൽ അവസാനം ഒന്ന് ഹൈപ്പർ മാർക്കറ്റും കയറാം. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സമയത്ത് ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് വരാൻ പറയില്ല. അല്ല, അത് മാത്രമല്ല, ലുലുയുടെ ഹൈപ്പർ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും സെയില്. ഇതിനു വേണ്ടി മാത്രം ഈ സമയത്ത് വന്നാൽ ഇത് നോക്കൂ ഗൈസ്. ഗൈസ് ഹൈപ്പറിലൊന്നും നിൽക്കാൻ സ്ഥലമില്ലെന്ന് പറയുന്നത്. ഫാഷൻ സ്റ്റോറിൽ പോവാം ഫസ്റ്റ്. നമുക്ക് ഇതൊക്കെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റോപ്പ് ആണ് ഇന്ന്. നല്ല തിരക്കൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം തന്നെ എപ്പോഴും ഉണ്ടാകുന്ന പോലെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ 259 രൂപ ബാക്ക് മാച്ചാണ്. ഇവിടെ ബെഡ്ഷീറ്റ് 500. ലിവൈസ് വരാമെന്ന് വിചാരിച്ചത് ബിക്കോസ് ഇവിടെ ഫ്ലാറ്റ് 50% ഓഫർ ഉണ്ട്. ഇത് മൊത്തം നോക്കിയിട്ടേക്കുന്ന എല്ലാത്തിനും ഫ്ലാറ്റ് ആണോ? സ്റ്റോറിൻ്റെ ഉള്ളിലെ ലിവൈസിനെല്ലാം ഫ്ലാറ്റ് ആണ്. ആസ് യു കെൻ സീ there's a lot of things. ബാഗ്സ് ഒക്കെ 40%. പിന്നെ അതേ 900 നല്ല ബാഗ്സ് ഉണ്ട്. എല്ലാത്തിനും ഫ്ലാറ്റില്ല കേട്ടോ, ചിലതിന് അപ് ടു ഉള്ളൂ. ഇതിനൊക്കെ ഫ്ലാറ്റ്. ബാഗറ്റിൻ്റെ ഒക്കെ 50% ഉണ്ട്. അപ് ടു ഇട്ടേക്കണേ ചിലതിനൊക്കെ. ആവി അപ് ടു 70 ഇട്ടേക്കണേ അല്ലേ? കുർത്ത ഓഫറിലിട്ടിട്ടുണ്ട്. 400 സ്റ്റാർട്ടിങ്. 40%. അവിടെ ടീഷർട്ട്സ് ഒക്കെ 299, 399. ഇത് ടോപ്സ് ഒക്കെ 299 ഇട്ടുണ്ട്. 599. എന്നാൽ തിരക്ക് കാണുമ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, കാരണം നിങ്ങളും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതാ ഇന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചേ. 799 ജീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗ്യാപ്പിലുണ്ട് സെയിൽ. ഫ്ലാറ്റ് 50% ഉണ്ട്. ഇത് നോക്കിയാണ് ഞാൻ വന്നത്. ലെറ്റ്സ് സീ വെദർ ദെയർ സംതിങ് ഗുഡ്. ഇവിടെ നല്ല ഡീസൻ്റ് ആയിട്ട് ആൾക്കാർ വെച്ചിട്ടുണ്ട് അല്ലേ? ലിവൈസിലെല്ലാം വലിച്ചു വരിട്ടേച്ചു. ഇന്ന് ഗ്യാപ്പ് അധികം ആൾക്കാർക്ക് വേണ്ടെന്ന്. പക്ഷെ ഞാൻ എടുത്തോളാം. ഐ എം ഹാപ്പി. നോക്കിയെടുക്കണം. നല്ലത്.
നല്ലതൊന്നും സൈസില്ല, കുറേ ഇഷ്ടം മോളൊന്നുമില്ല. താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് പുറത്തത്തെ സ്റ്റോഴ്സിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഗ്യാപ്പൊന്നും സൈസേ ഇല്ല. ലൈക്ക് ഒരെണ്ണം പോലും സ്മോളോ എക്സ്ട്രാ സ്മോളോ എനിക്ക് കിട്ടിയില്ല. ഈ ഡ്രസ്സസൊക്കെ ഉണ്ട് 50%. ഫുഡ് വെയർ നോക്കി 30-20 ഒക്കെ കാണിക്കണം. നമുക്ക് നോക്കാം. മെജോറിറ്റി ഇതേ ആറ്റത്ത് മാത്രം 50 കിടപ്പുണ്ട്. ഇതിൻ്റെ മാത്രം 50. ദാറ്റ്സ് അൺഫെയർ ഗൈസ്. ഇവിടെ എവിടെയോ ഒരു 50. ബോക്സ് ഇതേ 30%. ക്യാമ്പസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് 40%. നമുക്ക് പൂമ അഡിഡാസൊക്കെ എന്ത് വുഡ് ലെൻസിനുണ്ടല്ലോ 20. ക്രോക്സ് 30 കൊള്ളാലോ. വേണോ നോക്കിക്കോ വേണമെങ്കിൽ. ഷൂസ് ഇതേ കുറേ ഷൂസ് 50% മെൻസിൻ്റെ ഇട്ടിട്ടുണ്ട്. യൂണിസെക്സ് ആയിട്ടും ഉപയോഗിക്കാൻ നമുക്ക്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലീ കൂപ്പ, പൂമ, അഡിഡാസ്. ഏതാ? ദാറ്റ് ഈസ് നൈസ്. ടോയ്സിനൊക്കെ ഉണ്ട് 50. ട്രാവൽ ബാഗിന് ഇവിടെ എപ്പോഴും സെയിലുണ്ട് 50%. സ്ലൈഡിനൊക്കെ ഉണ്ട് 50. പൂമ, സ്കെച്ചേഴ്സ്, അഡിഡാസിനൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഈ പ്രാവശ്യം ഇനിയിപ്പോൾ നമുക്ക് താമസിച്ചുകൊണ്ടാണെന്നറിയില്ല എനിക്ക് പറ്റി. ബേബി റീബോക്കൊക്കെ വയസ്സിനും ഉണ്ട് 50. നമുക്കൊരു ലുഡോ മേടിച്ചാലോ എന്ന് വിചാരിക്കണ്ടേ. ഇപ്പം ഞങ്ങളുടെ വീക്കെൻഡ് പരിപാടി ചീട്ട് കളിയാണ്. വാട്ട് ഈസ് ദാറ്റ്? നമുക്കൊരു സാധാരണ മതി. ഇറ്റ്സ് മോർ ദാൻ. അതുകൊണ്ടല്ലേ കാർഡ്സ് കൺഫേംഡ് 24 hours തന്നെയാണ്, വിച്ച് ഈസ് ഗുഡ്. ഗൈസ് ഇപ്പോൾ നമ്മൾ മെൻസ് സെക്ഷൻ എത്തി. ഇവിടെയും അത്യാവശ്യം സെയിൽ, നല്ല തിരക്കുണ്ട്. 6 ഫ്ലാറ്റ് 50. ഇതേതാ ഫ്ലൈയിങ് മെഷീനിലുണ്ട്. ബൈ 1 get 1 ആണ്. ഡിവൈസ് മെൻസിനും 50%. റാംഗ്ലർ 50 ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കാതെ മെൻസിൻ്റെയും ക്യാപ്പ് 50 ആണ്. മേടിച്ചു ഐൽ ബൈ ഫ്രീ. ജോൺസ് ഓൾസോ ദേ ഫ്ലാറ്റ് 50% ഓഫർ അല്ലേ. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്ത് അമേരിക്കൻ ഈഗിളിലൊന്ന് പോകണം. ഫീലിയോ ഇസ് ഓൾസോ ദേ ഫ്ലാറ്റ് 50%. നോക്കണം, നോക്കിയോ. നൈസ്. ഇതെന്താണ് ഇതൊക്കെ? റിക്ക് ആൻഡ് മോർട്ടി. ഇത് നമ്മുടെ നറൂട്ടോ അല്ലേ? ഈ ഡ്രാഗൺ ബോൾസി ഉണ്ടല്ലോ കാട്ടിൽ. ഡ്രാഗൺ ബോൾസി അല്ലേ? പക്ഷേ ബില്ലടിക്കാനുള്ള ക്യൂ ഇത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ എന്തായാലും പോയിട്ട് തിരിച്ചു വരാം ഗൈസ്. നല്ല തിരക്കുണ്ട്. അപ്പോഴേക്കും തിരക്ക് കുറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഒരു സമാധാനം. ഇപ്പം എടുത്താൽ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല, ക്യൂ നിന്ന് സമയം കഴിയും. സോ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ട് ഉള്ളിലോട്ട് വരാം. നമുക്ക് എന്തായാലും മേളിൽ പോകണം. മാർഷലോ അങ്ങനെ ഏതോ മാർഷലിൻ്റെ സ്പീക്കറാണോ വേണ്ടേ? അതൊന്ന് നോക്കണം നമുക്ക്. ആവിയുടെ ബാഗ്സിനൊക്കെ ഫ്ലാറ്റ് 50% കൊള്ളാലോ ബാഗൊക്കെ. വാൻ ഹ്യൂസിനൊക്കെ 40% കാണിക്കണേ. ഇവിടുത്തെ ഡിവൈസിന് എത്രയാണ് കാരണം തിരക്ക് കൊണ്ട് കൺഫ്യൂഷനായി ഉപയോഗിക്കുക. എന്താ സ്പീക്കർ മാത്രമല്ലേ കള്ള. എനിക്ക് ആക്ച്വലി എന്തെങ്കിലും മേടിക്കണം എന്നില്ല, പക്ഷെ സെയിലിൽ എന്തെങ്കിലും നല്ല കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബൈ. ഔട്ട് ഓഫ് ഇമ്പൾസ് മേടിക്കണം എന്നില്ല. ഫ്ലാറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല ബേബി, ഓൺ പർച്ചേസ് ഓഫ് 3 ആണ്. ട്രോയിൽ അപ് ടു 50% ഉണ്ട്. അമേരിക്കൻ ഈഗിൾ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിരിക്കും. ബൈ 1 get 1 ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഈഗിൾ. അപ്പം നമുക്ക് 2 പേർക്കും മേടിക്കാം. ഓ മൈ ഗോഡ്, മൈ ഡേ വാസ് മെയ്ഡ്. അമേരിക്കൻ ഈഗിൾ ബൈ 1 get 1 ഫ്രീ. അടിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സെലക്റ്റഡ് ഐറ്റംസ് ഉള്ളിയാണ്. അതിൻ്റെയൊക്കെ താഴ്ത്താതെ ബൈ 1 get 1 എഴുതി വെച്ചേക്കണേ. അതിനൊക്കെയാണുള്ളത്, വിച്ച് ഈസ് ഗ്രേറ്റ്. ഇതൊക്കെ ബൈ 1 get 1 ആണ്. ഈ ടീഷർട്ട്സ് ഇപ്പോൾ അമേരിക്കൻ ഈഗിളിൻ്റെ ട്രയൽ റൂമിലുള്ളത്. ആക്ച്വലി കുറേ പീസസ് സെയിലാണ്. ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ച് ഷോർട്ട്സ് ആൻഡ് ടീഷർട്ട്സ് ട്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ബൈ 1 get 1 ഫ്രീ. അപ്പോൾ ഏതിനാ പ്രൈസ് കൂടുതൽ അതായിരിക്കും ചാർജ് ചെയ്യണം. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഫസ്റ്റ് തിങ് ഇസ് ദിസ് ഷർട്ട്. ആക്ച്വലി നിങ്ങൾക്കിത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് മേടിച്ച ഗ്രീൻ ഷർട്ടിൻ്റെ സെയിം ഇവിടെ ഡിഫറെൻറ്റ് കളർ. എനിക്കിത് ആക്ച്വലി ഇഷ്ടമായി, കാരണം നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷർട്ട്. അതിട്ടിട്ട് എനിക്ക് കോംപ്ലിമെൻസും കിട്ടിയായിരുന്നു. പക്ഷേ ഇതിന് 3K ആണ്. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ ഡു കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഏത് എടുക്കണമെന്ന് അറിയാണ്ട് ടിൽ ദി എൻഡ്. സോ അടുത്തത് ട്രൈ ചെയ്യാം. എടുത്തില്ല ഗൈസ്. നെക്സ്റ്റ് വൺ ഇസ് ദിസ് ക്യൂട്ട്
ടീഷർട്ട്. ഇത് ആക്ച്വലി സ്മോളാണ്, അതിന് കൈയൊക്കെ കണ്ട് വെച്ചിട്ട് ലൂസ് ഉണ്ട്. ഇത് ഡോളി പാർട്ടൺ എഴുതിയിട്ടുള്ളൊരു ടീഷർട്ടാണ്. ഇതും ഒരു 2.7K ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പും ആ ഷർട്ടും കൂടി എടുക്കാം. ഇനി 2 എണ്ണം കൂടിയുണ്ട്, നമുക്ക് അതും കൂടി ഇട്ട് നോക്കാം. ഇത് ഞാൻ ഇട്ട് നോക്കി. ഇത് ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴും ഇട്ട് നോക്കിയത്. ഇതെനിക്ക് അന്നേ ഇഷ്ടമായിരുന്നു. ഇത് മിക്കവാറും ഞാൻ എടുക്കും. എനിക്ക് ഭയങ്കര അടിപൊളി മെറ്റീരിയൽ അല്ലേ. ബേക്കൊന്നും വേണ്ടല്ലേ? സ്പീക്കർ വേണ്ട. അടുത്തതും കൂടി ഇട്ട് വെക്കാം. ബേബി ഇവിടെ നിൽപ്പുണ്ട്, അപ്പോൾ റോഹനി ഇവിടെ നിന്ന് തന്നെ കാണിക്കും. ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. മെറ്റീരിയൽ വെറുതെ അടിപൊളി മെറ്റീരിയൽ ആൻഡ് ദ ഫിറ്റ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഫിറ്റ് കൊള്ളാം, നൈസ് ഫിറ്റ്. ബ്ലാക്കാണ്, പക്ഷേ ഫുൾ സ്ലീവാണ്. നെക്കൊക്കെ വ്യത്യാസമുണ്ട്. ഐ നോ എനിക്ക് കുറേ ബ്ലാക്കില്ലെന്ന് ഐ നോ. ഐ ഹാവ് ടു ബി എക്സ്പെരിമെൻ്റൽ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ എപ്പോഴും ബ്ലാക്ക് തന്നെ എടുക്കും ഗൈസ്. ഓ മൈ ഗോഡ്, ഐ ലവ് ദിസ് ഫിറ്റ് ഓൺ മീ സോ മച്ച്. കിടക്കണ എല്ലാം ഓഫറിലാണ്. ആകെ ഈ ന്യൂ ഇയർ ആയവരെ കഴിച്ച് ബാക്കി കിടക്കുന്ന എല്ലാം buy 1 get 1 ഫ്രീ ആണ്. മൈ ഹസ്ബൻഡ് ക്യാരിങ് മൈ ബാഗ്. നൈസ് ഓഫ് ഹിം. താങ്ക് യു ബേബി. ഞാൻ ട്രയൽ ചെയ്യാൻ പോയപ്പോൾ ബേബി ക്യാരിഡ് ഇറ്റ്. സോ ഞാൻ ഏതെടുത്തേന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ലാസ്റ്റ് ഞാൻ ഹോൾ കാണിക്കാം കേട്ടോ. ഫ്രണ്ട്സിൻ്റെ ഈ കിടക്കണമൊക്കെ ഉണ്ട് buy 1 get 1 ഫ്രീ. ആൻഡ് ഐ ഗോട്ട് മൈൻ. ഞാൻ ചോദിച്ചതല്ലേ വേണമെന്ന്. വൈ ഇപ്പതേ H&M ആയില്ലേ, അമേരിക്കനിൽ മാറി ഇപ്പൊ H&M ആയിട്ട്. ലാസ്റ്റ് പ്രാവശ്യം പോയപ്പോ ഇഷ്ടമായി, കാരണം 1 ദിസ് ഇസ് സോ നൈസ്. ബേസിക് 700 നമ്മൾ ഒരിക്കലും H&M എന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് വെസ്റ്റ് സൈഡിലും കൂടെ പോകാട്ടോ, അവിടെയും സെയിലുണ്ടെന്ന് ഞാൻ. ബാഗറ്റിലും അപ്പ് ടു 50% ഉണ്ട്. ഫുഡ് കോർട്ടിൻ്റെ അവിടെയും കുർത്ത സാരിയൊക്കെയാണെന്ന് തോന്നുന്നു. സെലിബ്രേഷൻ്റെ സെയിലിട്ടിട്ടുണ്ട്. പൂമേല് ഫ്ലാറ്റ് 40% പ്ലസ് അഡീഷണൽ 3 എണ്ണം മേടിച്ച പ്ലസ് അഡീഷണൽ. ഫുഡ്സിന് മാത്രമല്ല ഫുഡിനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, എല്ലാത്തിനും ഉണ്ട് ഓഫർ. നമ്മൾ കടി കഴിക്കാൻ പോണെയാണ് ഫുഡ് കോർട്ടിൽ. ചായ ആൻഡ് കടി രാത്രി അല്ലേ. ആ സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്ന സാധനം പോലല്ലോ. ആ ഉണ്ടോ സാൻഡ്വിച്ച് പോലത്തെ? സൂപ്പർ എന്നത് ഗൈസ്. നമ്മളിവിടെ വരുമ്പോൾ ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്നാക്സ് മേടിക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എക്സ്പെൻസീവ് ആണ്, കാരണം ലുലു ആണ്, നിങ്ങളത് ഓർക്കുക. ലൈക്ക് മമ്മിമാരെ നമ്മളിവിടെ കൊണ്ട് ഭയങ്കര ഇഷ്ടമല്ലേ അവർക്കും. ദിസ് ഇസ് ലൈക്ക് ബ്രെഡ് പോക്കറ്റ്, ബ്രെഡ് സാൻഡ്വിച്ച് ആൻഡ് ബ്രെഡ് ഫ്രൈ. ഒരു ഷേക്ക് കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു ഫ്രം കെവിൻ പ്ലസ്. ജാവ ചോക്കോ ചിപ്പ് അല്ലേ, സ്റ്റാർബക്സ് പോലത്തെ. അതാ പറഞ്ഞേക്കണേ, നമുക്ക് നോക്കാം. ടയർഡായല്ലേ? Guys, the shake actually looks so good. 100 years അല്ലേ? 1925 തൊട്ടുള്ളതാ. Guys, taste time. കോഫി ആയത് കാരണം it's so thick അല്ലേ? So good. Wow. ജാവ ചോക്കോ ചിപ്പ് കോഫിയാണ് ഓർഡർ ചെയ്തത്. ഒരു ലാർജ് ബോട്ടിലിന് 300 റുപ്പീസ്. എപ്പോഴും ഫീൽ ചെയ്തിരുന്നത് കോൾഡ് കോഫി മേടിക്കുമ്പോൾ പെട്ടെന്ന് അത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? സോഡാ. ബൈ ഗൈസ്. ദേ ടാറ്റു കാണിച്ചോർക്ക് അപ്ഡേറ്റ്സ് എന്തായാലും വേദനയുണ്ട് ഗൈസ്. ബട്ട് ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ് അല്ലേ? നല്ല രസമുണ്ട്. എനിക്കിപ്പോൾ പേടിയാണ്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാതെയൊക്കെ ഇങ്ങനെ പിടിക്കും. ഇതേ ഫുഡൊക്കെ കഴിച്ച് ലുലു കണക്റ്റിൻ്റെ അവിടെ വന്നതാണ്. നല്ല തിരക്കുണ്ട്. പിന്നെ ഇതേ ലുലുവിൻ്റെ പുറത്ത് ഇവിടെ ഒരു R&B ഉണ്ട്. അവിടെ സെയിൽ 30% to 50% സെയിൽ. ആൻഡ് ദ കണക്ട് ഗായ്സ് നല്ല ഒന്നാന്തരം തിരക്കുണ്ട്. ടിവിക്കൊക്കെ നല്ല ഓഫർ ഉണ്ടെന്ന് തോന്നുന്നേ. എനിക്ക് തോന്നുന്നു നല്ല ഓഫർ ഉണ്ടെന്ന് തോന്നണേ. സോറി ബേബി. രക്ഷയില്ലാത്ത തിരക്കാണ്. ആസ് എക്സ്പെക്റ്റഡ് സെയിലില്ല. എനിക്ക് നല്ല ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, സോണിയൊക്കെ നല്ല തിരക്കുണ്ട്. ഇത് കണ്ടോ, ഹെഡ്ഫോൺസിനുണ്ട്. റോഹിന് സ്പീക്കർ ഹെഡ്ഫോൺസ്
ഇതിനെന്തോ 40% ഉണ്ട്. ഗൈസ് മാർഷൽ മെജോറിറ്റി സ്റ്റോക്ക് ഔട്ടാണ്. നോക്കാം അല്ലേ? വി ഹാവ് ടൈം. നല്ല തിരക്കുണ്ട്. എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പിന്നെ 24 hours നമുക്ക് നാളെ ജോലിയില്ല. സെലക്റ്റഡ് ഐറ്റംസിനാട്ടോ ഓഫർ. അങ്ങനെ എല്ലാത്തിനും ഓഫറൊന്നും നമ്മൾ നോക്കിയ സാധനത്തിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഇല്ല. എനിക്കതൊരു TV വിയൂനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ഉണ്ടാവണ പോലെ തന്നെ 50%. ഇവിടെ പിന്നെ കുറേ സാധനങ്ങൾ ഈ ഇട്ടേക്കണതിനൊക്കെ ഓഫറുള്ളത്. ആജനിൽ മാർഷൽ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അടക്കുന്നത് വേഗം പോയി നോക്കിയാൽ ഇവർ അടക്കണതിന് മുമ്പ് ജസ്റ്റ് കയറി. ഈ 3 മോഡൽസ് ഉള്ളൂ. ഇത് JBL ആണ്. സോണിയുടെ എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇതിനും ഓഫർ ഉണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോം തിയേറ്റർ എല്ലാം സോണിയാണ്. സോ ലെറ്റ്സ് സീ. സ്പീക്കർ പോരായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹെഡ്ഫോൺസ് കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ആക്ച്വലി ലുക്സ് വെരി നൈസ്. ഇതിന് 15K ആണ്. വെറുതെ അടിപൊളി സാധനം. ഞാൻ വെച്ച് നോക്കിയായിരുന്നു. ചുറ്റുപടി ബഹളമൊന്നുമില്ല. എല്ലാം ക്യാൻസൽ ഔട്ടായി. He can't hear me. Hey, I love you. It's so good. താഴത്തോട്ട് വന്നു. ഇവിടെയും മാർക്ക് ആൻഡ് സ്പെൻസറിലൊക്കെ 50% ഉണ്ട്. ഞാൻ വെസ്റ്റ് സൈഡിൻ്റെ സെയിലിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊന്ന് ഇറങ്ങി കണക്ട് ചെയ്യുന്ന ആരുമില്ല. നമുക്ക് അവരെ പറയാൻ പറ്റില്ല. അത്ര തിരക്കാ. സ്റ്റാഫൊന്നും ഫ്രീ അല്ല. മാർക്ക് ആൻഡ് സ്പെൻസറിലൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലാറ്റ് 50 ഓഫ്. ഇപ്പൊ സമയം എത്ര മണിയായി ബേബി? ഞാൻ ആക്ച്വലി വാച്ച് ചെക്ക് ചെയ്തിട്ടില്ല. 11 മണിയായില്ലേ? കുറച്ച് കടകൾ മാത്രം അടച്ചിട്ടുള്ളൂ കേട്ടോ. കുറേയൊക്കെ ഇപ്പോഴും ഓപ്പൺ. ആക്ച്വലി അർമാനിയൊക്കെ അടച്ചു. ടോമിയൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആക്ച്വലി വിചാരിച്ചു വെസ്റ്റ് സൈഡ് അടക്കുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വെസ്റ്റ് സൈഡ് എത്തി. അർമാനി എക്സ്ചേഞ്ചിലൊക്കെ സെയിൽ. നൈസ്. ഗൈസ് ഇവിടുത്തെ വിക്ടോറിയ സീക്രട്ടിൽ ഞാൻ ഇതുവരെ വന്നില്ലായിരുന്നു. നമുക്ക് ഒരു ദിവസം വരാം. വിക്ടോറിയ സീക്രട്ടിലൊക്കെ സെയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ബേബി. Oh, baby, we missed it, honey. Oh my God, guys, Victoria's 7.99 വെച്ചു. Lotions, we missed it, honey. We missed it so bad, guys. നാളെ വന്നല്ലോ. I really wanted. എനിക്ക് ആക്ച്വലി വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് കാറിന് ഒരെണ്ണം തന്നായിരുന്നു അല്ലേ അന്ന്? അത് ഭയങ്കര സ്മെല്ലായിരുന്നു. എനിക്ക് ആക്ച്വലി ഇഷ്ടമായിരുന്നു. ഇറ്റ്സ് ബെറ്റർ ദാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. നോക്കാം. നമുക്കിപ്പോൾ മാർഷലിൻ്റെ റിവ്യൂസ് കാണുക. മേടിക്കുമെന്ന് ഉറപ്പില്ല. റോഹന് ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ. ഇവിടെ കയറി വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എപ്പോഴത്തെയും പോലെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഓഫറിൽ. ഡ്രസ്സസ് ആണ് കൂടുതലും തോന്നുന്നത്. ഇവിടുത്തെ 50% ഉണ്ട് കേട്ടോ മാംഗോയിലൊക്കെ. സമയം 11 മണി. ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. താഴെയൊക്കെ ഇരിക്കണുണ്ട് മതിയായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഈ തിരക്കിൽ എങ്ങനെ നമുക്ക് ഗ്രോസറീസ് മേടിക്കാൻ പറ്റുന്നത്. നല്ലത്. ഞാൻ പറയണത് നിങ്ങൾ ഇങ്ങനത്തെ സെയിലിൻ്റെ സമയത്ത് ഗ്രോസറീസ് സ്കിപ്പ് ചെയ്യാനാണ്. കാരണം ഇവിടെ എപ്പോഴും ഉണ്ടാവും ഗ്രോസറി സാധനങ്ങൾക്ക് വില കുറവ്. നമ്മൾ ഇവിടെ വരെ വണ്ടി ഓടിച്ച് വരുമ്പോൾ നമ്മൾ ടയർഡോ. അപ്പോൾ അതിനെന്തെങ്കിലും അത്രയും വേർത്തായിട്ടാണെങ്കിൽ മാത്രം ഞാൻ വരാൻ പറയുള്ളൂ അല്ലേ? പെർഫ്യൂംസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ചിലതിനൊക്കെ 50, ചിലതിന് 40. പിന്നെ കോസ്മെറ്റിക്സിനും ഉണ്ട്. ഇതേ അവിടെ കണ്ടോ ഫ്ലാറ്റ് 50. ഷോർട്ട് ലിസ്റ്റ്. സമയം 12 മണി. ഫാഷൻ സ്റ്റോർ കണക്ട്. ഇങ്ങോട്ടൊക്കെ കടകൾ അടിച്ചു. അതുകൊണ്ട് ഇവിടെയൊക്കെ തിരക്ക് കുറവാണ്. നമ്മൾ മാർഷൽ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റായി. ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ സ്റ്റാൻമോർ 2 എന്ന് പറഞ്ഞൊരു മോഡൽ ഒരു പീസ് ഉണ്ടായിരുന്നു. അവർ കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ. പക്ഷേ കിട്ടിയപ്പോഴേക്കും അതിൻ്റെ പാക്കേജ് സീൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സീൽ ഓപ്പൺ ചെയ്ത കാരണം അഫ്കോഴ്സ് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ബെറ്റർ അല്ലേ?
അപ്പോൾ അവരുടെ മെഷീൻ എന്തോ സ്വാപ്പ് മെഷീൻ എന്തോ ചീത്തയാക്കണം, കാരണം ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ഓൺ റിസ്കിൽ എടുക്കണം. അവര് ആഡിന് വേണ്ടി യൂസ് ചെയ്തെന്നാ പറയാൻ പറ്റില്ല. ചിലപ്പോ അവിടെ ഇതിന് ഡെമോ വെച്ചതാണെങ്കിലും നമുക്ക് അറിയില്ലല്ലോ. സോ അവിടത്തെ ആള് നല്ലൊരാളായിരുന്നു. പക്ഷേ നമുക്ക് പിന്നെ എന്ത് വേറെ എവിടെയോ ഇരിക്കണേ. അപ്പൊ തന്നെ എനിക്ക് എന്തോ വള്ളി തോന്നി. ഞാൻ നോക്കിയപ്പോ സീലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണേയാണ്. ആ സീല് പൊട്ടിച്ചു കാരണം 28,000 അല്ല 29,000 രൂപയുടെ എങ്ങാനും ഈ വീഡിയോ കാണുകയാണെങ്കിൽ റിയലി സോറി. ഡിസ്കൗണ്ട് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇത്രയും പൈസ സീലും പൊട്ടിച്ചിട്ടുണ്ട്. യൂസും ചെയ്തിട്ടുള്ള സാധനം നമ്മ ഫുൾ എമൗണ്ട് കൊടുത്തെടുക്കുന്നത് ഡിസ്കൗണ്ട് തന്നെ എന്നാണ്. പക്ഷെ അവരുടെ മെഷീൻ കംപ്ലൈന്റ് ആയത് കാരണം അത് ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. സമയം പോയത് പോയി. ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേബി ഇത്ര ആഗ്രഹിച്ച് മേടിക്കണം. ബ്രാൻഡ് ന്യൂ തന്നെ വേണമെന്നാണെങ്കിലും വൺ ടൈം യൂസ് എന്ന് പറഞ്ഞാലും ആൾക്കാർ വാങ്ങിക്കൂല. സീല് പൊട്ടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഒരു 5,000 ഒക്കെ ഡിസ്കൗണ്ട് വെച്ചിട്ട് വാങ്ങിച്ച പ്രൈസിൽ തന്നെ സീൽ പൊട്ടിച്ച സാധനം യൂസ് ചെയ്യാൻ അവർ ആഡിന് യൂസ് ചെയ്തതാന്നാ പറഞ്ഞത്. അവർ യൂസ് ചെയ്തതാ. അപ്പൊ നമ്മള് ബ്രാൻഡ് ന്യൂ അല്ല, നമ്മ ആഗ്രഹം കൊണ്ട് വാങ്ങിക്കണം. അപ്പൊ നമുക്ക് ഒരു അൺബോക്സിംഗ് സീൽ നമ്മൾ മേടിക്കുമ്പോ നമ്മള് ബ്രാൻഡ് ന്യൂ മേടിക്കാനാണല്ലോ നമ്മൾ വന്നത്. പിന്നെ ഇതിന്റെ റിവ്യൂസ് നമ്മൾ നോക്കിയിട്ടില്ല. അത് കുഴപ്പമില്ല, എന്തായാലും നോക്കാം. ഇതൊക്കെ തന്നെ. അപ്പൊ നമ്മൾ പോവാന്ന് വിചാരിച്ചു. സമയം എന്തായാലും ഇത്ര നേരെ നമ്മളൊരു 8:30 ആയപ്പോ ഇപ്പൊ 12 മണി കഴിഞ്ഞു ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ സെയിലുള്ളത്. 500 ബ്രാൻഡ്സ് ആണുള്ളത്. ഡ്രസ്സസ്, ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നാളെയും കൂടിയാണുള്ളത്. അത് കഴിഞ്ഞാലും ഉണ്ടാവും 19th വരെ. പക്ഷേ ഫ്ലാറ്റ് ആയിരിക്കില്ല, അപ് ടു 50% ആയിരിക്കും. ബ്ലോക്ക് ബെസ്റ്റ് സെയിൽ എന്നാണ് പറയണത്. ഞാനപ്പോൾ വാഷ്റൂമിലാണുള്ളത് ഓഫ്കോഴ്സ്. അപ്പം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാൻ പോകണം. ഇറ്റ് വാസ് എ വെരി ഗുഡ് സെയിൽ. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് ജൂലൈത്തെ സെയിൽ എന്തോ ഇഷ്ടമായത്. ഐ ലൈക്ക് ഇറ്റ് മച്ച് ബെറ്റർ. കാരണം ഇപ്രാവശ്യം എനിക്ക് ഇനിയിപ്പം ഞാൻ സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കുറേയൊക്കെ സൈസസ് എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറേയൊക്കെ ലിവൈസ് ആണെങ്കിലും എന്തോ എനിക്ക് അങ്ങനെ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോൾ ജൂലൈത്തെ സെയിലുണ്ട്. വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്. പിന്നെ നമ്മളിപ്പോൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി കുറേ മാസങ്ങളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ബാംഗ്ലൂരിൽ തുടങ്ങിയ ഷോപ്പിംഗാണ്. ഞാനത് കാരണം 2 ടീഷർട്ട്സ് എടുത്തുള്ളൂ. റോഹൻ ആക്ച്വലി സ്പീക്കർ മേടിക്കാൻ വേണ്ടി ഹി വാസ് സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഇറ്റ് വാസ് ലൈക്ക് ജസ്റ്റ് നമ്മൾ മേടിച്ചാണ് ആ സീല് പൊട്ടിയത്. നിങ്ങളാണെങ്കിലും പറയാം, ഇറ്റ്സ് ലൈക്ക് ഫുൾ പ്രൈസ് കൊടുത്ത് നിങ്ങൾ ഒരു ഓപ്പൺ പീസ് എടുക്കുമോ? പാവ ആഗ്രഹിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. നമ്മളെന്തായാലും ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ നമ്മളെന്തായാലും സ്പീക്കർ എടുക്കുന്നതായിരിക്കും. അപ്പം ഞാനതിൻ്റെ വീഡിയോ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം. ഞങ്ങൾ കേട്ട് നോക്കിയായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ലൗഡ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഭയങ്കര ക്ലിയർ, ഭയങ്കര ക്ലാരിറ്റി, വെരി നൈസ്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇത്രയും പൈസയോ, 40,000 ഒക്കെ ഉണ്ട് ചിലതിന്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് പോർട്ടബിൾ. നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കേൾക്കാൻ പറ്റിയ അങ്ങനത്തെ നമുക്ക് അത് തന്നെ ആവശ്യം. എന്തായാലും നമുക്ക് നോക്കാം. സോ വീട്ടിലെത്തിയിട്ട് ഞാൻ ജസ്റ്റ് ആ 2 ടോപ്പും കൂടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് അതെന്താ സീരീസ്. അപ്പം നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. 1:15 1 മണിയായി ഗൈസ് രാത്രി. ഇറ്റ് വാസ് നൈസ്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. എന്തായാലും സെയിൽ 19th January വരെ ഉണ്ടാവും. പക്ഷേ 12th January മാത്രമേ ഫ്ലാറ്റ് 50% ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ് ടു 50% ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മുടെ ജൂലൈയുടെ സെയിലിനും എല്ലാം ഒന്നും മാറില്ല. മിക്കതും 50% തന്നെ അവർ ഓഫർ ചെയ്യും. ചില സാധനങ്ങൾക്ക് മാത്രം ആണ് മാറാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഞാൻ 2 ടോപ്പ് മേടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഫസ്റ്റ് വൺ ഒരു റെഡ് ഫുൾ സ്ലീവ് ബ്ലാക്ക് ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വന്നത് 1699 ആണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതൊരു ഗ്രേ ടീഷർട്ടാണ്. പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്രേ ടീഷർട്ടാണ്. ഇതിൻ്റെ പ്രൈസ് 1399, അതായത് 1699 1399. സോ ഇതിന് നമുക്ക് ബൈ 1 get 1 ഫ്രീ ഓഫർ ആയിരുന്നു. അപ്പോൾ ഏറ്റവും പ്രൈസ് ഏതിനാണുള്ളത് അതിൻ്റെ വിലയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. സോ ഇത് രണ്ടും കൂടി എനിക്ക് 1699 എന്ന് പറഞ്ഞാൽ 1700 രൂപ കിട്ടി, വിച്ച് ഈസ് എ ഗ്രേറ്റ് ഡീൽ ബിക്കോസ് ഐ ബോട്ട് ഇറ്റ് ഫ്രം അമേരിക്കൻ ഈഗിൾ. മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് എല്ലാം. ആൻഡ് the quality slaps guys, quality slaps.
കാരണം എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് അമേരിക്കൻ ഈഗിളാണ്. അതിനേക്കാൾ നല്ല കുറേ ബ്രാൻഡ്സ് ഉണ്ടാവും, പക്ഷെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ അത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, പിന്നെ ലാസ്റ്റ് ടൈം ഡ്യൂറബിലിറ്റി ഉണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ലിവൈസൊക്കെ നിർത്തി. ലിവൈസിൻ്റെ ജീൻസ് എനിക്കിഷ്ടമാണ്, പക്ഷെ ടീഷർട്ട്സ് ആണെങ്കിലും എനിക്ക് നോട്ട് വെരി ഫാഷനബിൾ. ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഫാഷനബിൾ. ചില പീസസ് മാത്രം നമുക്ക് നോക്കിയെടുത്താൽ കിട്ടും, പക്ഷെ മെജോറിറ്റി സാധനങ്ങൾ ഭയങ്കര സിമ്പിൾ സാധനങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഗ്യാപ്പ് എനിക്കിഷ്ടമാണ് ആക്ച്വലി. അതിൻ്റെയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, അധികം പ്രൈസിയും അല്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഞാൻ കുറേ തപ്പി സൈസസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ എനിക്ക് അധികം ഓവർ പർച്ചേസ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റി, വിച്ച് ഈസ് ദ മെയിൻ മോട്ടീവ്. അത് നടന്നു, അതിൽ ഞാൻ ഐ എം സൂപ്പർ ഹാപ്പി. സോ ഇതായിരുന്നു നമ്മുടെ വീഡിയോയിൽ മെസ്സായിട്ടുള്ളൊക്കെ ജാനുവരി 31 വരെയാണ് സെയിലുള്ളത്. നല്ല സെയിലുണ്ട്, 50% ഒക്കെ, ചിലതിന് 70% ഉണ്ട് സെയിൽ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിളായി കിടക്കണത്. നിങ്ങൾ നോക്കിയെടുത്താൽ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടും. എനിക്ക് അത്രയും നോക്കിയെടുക്കണം എന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പർച്ചേസ് അങ്ങനെ ഇമ്പൾസായിട്ടൊന്നും മേടിക്കണം എന്നുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് സാധനങ്ങൾ എനിക്കുണ്ട് ഗൈസ്, ആവശ്യത്തിന് ഡ്രസ്സുണ്ട്. സോ ഇതായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഡു കമൻറ്റ് യുവർ ടേൺ അബൌട്ട് സച്ച് സെയിൽസ്. ഇങ്ങനത്തെ എൻഡ് ഓഫ് സീസൺ സെയിലും നിങ്ങൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഈ തിരക്കിലൊക്കെ പോയി മേടിക്കുന്നത് ഇഷ്ടമാണോ? എനിക്ക് ആക്ച്വലി തിരക്ക് ഓർക്കുമ്പോൾ പോകണ്ടെന്ന് വിചാരിക്കും, പക്ഷേ എനിക്ക് ഇതുപോലത്തെ സെയിലിന് ക്വൈറ്റ് ഗുഡ് ഡീൽസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. പക്ഷെ നിങ്ങൾ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഗ്രോസറീസ് മേടിക്കാൻ വേണ്ടി പോകാൻ ഞാൻ പറയില്ല. ഇത്രയും തിരക്കിൻ്റെ അടുത്ത് ഹൈപ്പർ മാർക്കറ്റിലെ ക്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, ഒടുക്കുന്ന ക്യൂ ആണ്. അപ്പോൾ നിങ്ങൾ അത്രയും തിരക്കിൽ ഗ്രോസറീസ് മേടിക്കുകയാണേക്കാൾ നല്ലത് ഓൾമോസ്റ്റ് എപ്പോഴും ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറീസിന് വിലക്കുറവ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ, ഇപ്പോൾ ഗ്യാപ്പ് ആവട്ടെ, ലിവൈസ് ആവട്ടെ, അതൊക്കെ വൺസ് ഇൻ എ വൈലാണ് നമുക്ക് ഫ്ലാറ്റ് 50% കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ പകുതി വില മതി. ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്യൂറബിളും ആയിരിക്കും. ഞാൻ മേടിക്കാൻ അതുപോലത്തുള്ള ബ്രാൻഡ്സ് മേടിക്കാൻ പറയുള്ളൂ. കുറേ ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ടാവും, അതിനേക്കാളും വില കുറവായിരിക്കും. പക്ഷെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേനും ചീത്തയായി പിന്നെ നമ്മളുടെ അത്രയും പൈസ ബീങ് ആ വേസ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ആദ്യം പറഞ്ഞ കുളമാക്കുന്നില്ല. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ.